എന്താണ് എപ്സ്റ്റീൻ ഫയൽ? ലോകത്തിലെ ഏറ്റവും ശക്തരായ ചിലരുടെ പേരുകൾ, രഹസ്യ ദ്വീപുകൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, പെട്ടെന്ന് ജയിലിൽ നടന്ന ദുരൂഹമായ മരണം. നമസ്കാരം. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ലോകത്തെ നടുക്കിയ എപ്സ്റ്റീൻ ഫയൽ? ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണിത്. അമേരിക്കയിലെ കോടീശ്വരനായ ഒരു ഫിനാൻഷ്യർ ആയിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. പക്ഷേ പിന്നീട് ഇയാൾ ലൈംഗിക പീഡന കേസുകളുടെ കേന്ദ്ര ബിന്ദുവായി മാറി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പണം, അധികാരം, ഭീഷണി എന്നിവ ഉപയോഗിച്ച് പീഡിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസുകൾ. ലോകത്തെ ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധമാണ് ഇയാളെ ശ്രദ്ധേയനാക്കി മാറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് സംഗീതജ്ഞൻ മൈക്കിൾ ജാക്സൺ, ഹോളിവുഡ് നടൻ അലക് ബാൾവിൻ, സിനിമാ നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റൈൻ, ആൻഡ്രൂ രാജകുമാരൻ, അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ, വൻ വ്യവസായികൾ, സെലിബ്രിറ്റികൾ തുടങ്ങി രാജ കുടുംബാംഗങ്ങൾ വരെ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതുകൊണ്ടാണ് ജെഫ്രി എപ്സ്റ്റീനെതിരായ കേസ് ഒരു സാധാരണ കേസ് അല്ലാതെയായി മാറിയത്. എപ്സ്റ്റീന് അതീവ രഹസ്യമായി ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ ദ്വീപാണ് എപ്സ്റ്റീൻ ഐലൻഡ്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിൽ വരെയാണ് ഇവിടെ ആളുകളെ എത്തിച്ചിരുന്നത്. പലരും വിനോദയാത്ര എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയിരുന്നത്. പക്ഷെ പിന്നീടാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകം അറിയുന്നത്. ഇത് ഒരു ലൈംഗിക പീഡന കേന്ദ്രമായിരുന്നുവെന്ന്. ഇവിടെ എത്തുന്ന ഇടപാടുകാരുടെ ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇവിടെ എത്തിച്ചു പീഡിപ്പിച്ചു എന്ന കേസിലാണ് 2019 എപ്സ്റ്റീൻ അറസ്റ്റിലാകുന്നത്. ഇതിനുശേഷം ഒരു വർഷത്തിനകം ഇയാൾ ജയിലഴികൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഈ മരണം ഇന്നും ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയായിരുന്നുവെന്നും അതല്ല കൊലപാതകമായിരുന്നുവെന്നും നിരവധി കഥകളാണ് ഉയർന്നു വരുന്നത്. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് കേവലം ഒരു ഫയൽ അല്ല. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കിടയിൽ കണ്ടെത്തിയ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ, ചാറ്റുകൾ, വീഡിയോകൾ, എപ്സ്റ്റീന്റെ കൂട്ടാളികളുടെയും ഇടപാടുകാരുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ രേഖയാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. 30 ലക്ഷത്തിലധികം പേജുകളാണ് ഈ ഫയലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2000-ലധികം വീഡിയോകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു. 2 ലക്ഷത്തോളം ചിത്രങ്ങളും ഇതിനകത്തുണ്ട്. എപ്സ്റ്റീന്റെ വിമാന യാത്രാ വിവരങ്ങൾ, സ്വകാര്യ ദ്വീപിലേക്ക് എത്തിച്ചവരുടെ പേരുകൾ, ഇമെയിലുകൾ അടക്കമുള്ള തെളിവുകൾ, അങ്ങനെ പലതും ഈ ഫയലിൽ ഉൾപ്പെടുന്നു. ഈ ഫയലിൽ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതന്മാരുടെ പേരുകൾ ഉണ്ട് എന്നതാണ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നത്. എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്നതും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നു. കർശന സുരക്ഷയുള്ള ജയിലിലാണ് എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോടതിയിൽ എപ്സ്റ്റീന്റെ വിചാരണ നടക്കാനിരിക്കെയായിരുന്നു മരണം. ആ ദിവസം ഗാർഡുകൾ ഉറങ്ങിയിരുന്നുവെന്നും ക്യാമറകൾ പ്രവർത്തിച്ചില്ല എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അമേരിക്കൻ നീതിന്യായ വിഭാഗം എപ്സ്റ്റീൻ ഫയലുകളിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നത്. ഇതോടെ വീണ്ടും ഉയരുന്ന ചോദ്യം, ഏതൊക്കെ കുറ്റവാളികളാണ് ശിക്ഷിക്കപ്പെടാതെ പോയത്? ആരെയൊക്കെയാണ് സംരക്ഷിക്കപ്പെട്ടത്? സത്യം പൂർണ്ണമായും ഇനിയെങ്കിലും പുറത്തു വരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എപ്സ്റ്റീൻ ചില വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഇത് പല ഉന്നതരെയും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്സ്റ്റീന്റെ മരണം ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നത്. ലോകത്തെ അതിശക്തരായ പേരുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് എപ്സ്റ്റീൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഈ പേരുകൾ ഇനിയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ വരുന്നത് ലോകത്തിന് കാണാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം ദയവായി രേഖപ്പെടുത്തുക.